സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ മരുഭൂമിയും നല്ല ചൂടുമൊക്കെയല്ലേ ആദ്യം മനസ്സിൽ വരുന്നത്. എന്നാൽ സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മലനിരകളിൽ മേഘങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദേശമുണ്ട്. പച്ചപ്പും കോടമഞ്ഞും തണുത്ത കാറ്റും നൂറ്റാണ്ടുകൾ കഥകൾ പറയുന്ന പുരാതന ഗ്രാമങ്ങൾ നിറഞ്ഞൊരു ദേശം. ഈ മലനാടിൻ്റെ കാഴ്ചകളിലേക്കും കഥകളിലേക്കും നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുന്നു. ഇറ്റ്സ് മീ റിയാദ് അലിയൻസ്. വെൽക്കം ടു മരുഭൂമിയുടെ രാജ്യമെന്ന നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുന്ന പ്രകൃതിയുടെ മറ്റൊരു മുഖമായ അബഹയിലേക്ക്. എല്ലാ ഈദ് ഹോളിഡേയ്സിനും ഒരു ട്രിപ്പ് പോകുന്നത് പതിവാണ് കേട്ടോ. കാരണം വർഷത്തിൽ നമുക്ക് കിട്ടുന്നത് കുറച്ച് ഹോളിഡേയ്സ്, അത് വലിയ പെരുന്നാളിലും ചെറിയ പെരുന്നാളിലാണ്. ബട്ട് ഈ പ്രാവശ്യം എല്ലാവരും ഡ്യൂട്ടി ആയിട്ട് ബിസി. അങ്ങനെ തീരുമാനിച്ചാണ് ലീം ഹോളിഡേയ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഒരു അബഹയിലേക്ക് ഒരു ട്രിപ്പ്, അതും വിത്ത് സം സ്ട്രേഞ്ചേഴ്സ്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. 3 ബസ്സുകളാണ് റിയാദിൽ നിന്നും, 2 ബസ് ദമാമിൽ നിന്നും വന്നിട്ടുണ്ട്. അവര് കുറച്ച് കഴിയുമ്പോൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്യും. ഓൾമോസ്റ്റ് 1000 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഒരു 11-12 മണിക്കൂർ എടുക്കും. ഇടയ്ക്ക് 1-2 വട്ടം പെട്രോൾ പമ്പിലൊക്കെ നിർത്തി ഫ്രഷ്നപ്പ് ഒക്കെ ആയി. കൂടാതെ ഞങ്ങൾ ഡിന്നറും കഴിച്ചു. അബഹയിലേക്ക് എത്താറായപ്പോഴേക്കും ചെറിയ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷയിലും കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാട്ടോ ഞങ്ങൾ ഹോട്ടലിലെത്തിയത്. ഓൾമോസ്റ്റ് ഒരു പുലർച്ചെ 4 മണിയൊക്കെ. പിന്നെ വെക്കേഷൻ മൂഡ് ആയതുകൊണ്ട് ഉറക്കം ഇച്ചിരി കുറഞ്ഞാലും നേരത്തെ തന്നെ എഴുന്നേറ്റു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഫുള്ള് കോട മൂടിക്കിടക്കുകയാണ്ടോ. കൂടാതെ ചെറിയ മഴയൊക്കെ പെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അൽഹബ്ല ഹെറിറ്റേജ് വില്ലേജ്. ഇപ്പോൾ സമയം ഒരു 10 മണിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഫുള്ള് മഞ്ഞാണ് കണ്ടോ. അതുകൂടാതെ നല്ല തണുപ്പും. അതുകൊണ്ട് കുറച്ച് ദൂരം വരെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് ഒരുമിച്ചാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് കൂടിയായിരുന്നു കേട്ടോ. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും ഭംഗിയിലായിരുന്നു കേട്ടോ അവിടുത്തെ ക്ലൈമറ്റ്. ഇനി ഇവിടുന്ന് കേബിൾ കാർ എടുത്ത് വേണം താഴോട്ട് പോകാൻ. ഈ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗണ്ടൻ ടോപ്പ് സ്റ്റേഷൻ അഥവാ അൽഹബ്ല പാർക്കിൽ നിന്നും അൽഹബ്ല ഹാങ്ങിങ് വില്ലേജിലേക്കാണ് കേട്ടോ. കൂടാതെ ഇതിന്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഈ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒക്കെ അഡൾട്ടിന് 100ഉം കുട്ടികൾക്ക് 50ഉം ബിലോ 3 ഉള്ള കുട്ടികൾക്ക് ഫ്രീയും ആയിരിക്കും കേട്ടോ. ഈ ഗ്രാമത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഈ ഹബാല എന്ന ഗ്രാമത്തിൽ ആദ്യകാലത്ത് താമസിച്ചിരുന്നവർ തലമുടിയിൽ ഉണങ്ങിയ പൂക്കളുടെയും സുഗന്ധ ചെടികളുടെയും മാലകൾ അണിയുന്ന ഒരു പ്രത്യേക ഗോത്ര വിഭാഗമായിരുന്നു. ഈ വ്യത്യസ്ത ആചാരം കൊണ്ട് തന്നെ അവർ ഫ്ലവർമാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഹബാലയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാൻ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പാറക്കെട്ടുകളോട് തൂങ്ങിക്കിടക്കുന്ന കയറേണിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാമത്തിന് ഹബാല എന്ന് പേര് ലഭിച്ചതും. ഈ ഹബാല എന്ന വാക്കിന് അറബിയിൽ അർത്ഥം കയർ എന്നാണ് കേട്ടോ. ഒരു 10 മിനിറ്റിന് താഴെ ഉള്ളൂ കേട്ടോ കേബിൾ കാറിൽ വൺ സൈഡ്. താഴെ എത്തി കയറി നിർത്ത് തന്നെ ചെറിയൊരു കഫറ്റീരിയ നമുക്ക് കാണാം. എല്ലാവരും എക്സൈറ്റ്മെന്റിൽ ഫോട്ടോസ് എല്ലാം എടുക്കാനുള്ള തിരക്കത്തിലാണ് കേട്ടോ. ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണെങ്കിലും പിന്നെ നമ്മുടെ വേവ് ലെങ്ത്തുമായിട്ട് കണക്ട് ആവുന്ന ആളുകളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് സുഹൃത്തുക്കളാണ് കേട്ടോ ഇവർ. ഓരോ ഫ്രെയിമും കളർഫുൾ ആയിരുന്നു കേട്ടോ. മഴ ഇടയ്ക്കൊക്കെ പെയ്തുകൊണ്ടിരുന്നു. ഒരു 30 മിനിറ്റ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകണം. താഴെ എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് മഴ കാരണം കേബിൾ കാർ നിർത്തി വെച്ചിരിക്കുകയാണ്. ചിലരെങ്കിലും ഇതോർത്ത് ആശങ്കപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇതൊരു എൻജോയ്മെന്റ് ആയി കണ്ടു. കാരണം റിയാദിലെ ക്ലൈമറ്റ് കണ്ടു വന്നവർക്ക് ഇതൊരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ.
മഴ അങ്ങനെ കനത്ത് ആലിപ്പഴവും വീട് തുടങ്ങി. ദൂരെയായിട്ട് അങ്ങേക്ക് കുറച്ച് വെള്ളച്ചാട്ടങ്ങളും കണ്ടു തുടങ്ങി. ഒരു 2 മണിക്കൂർ നമ്മളവിടെ സ്റ്റക്കായി നിന്ന് കാണും. പക്ഷെ ഇതായിരുന്നു മോസ്റ്റ് ഹാപ്പനിങ് മൊമെന്റ് അല്ലെങ്കിൽ വർത്ത് മൊമെന്റ്. കാരണം എന്താണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കേബിൾ കാർ റീസ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ വീഡിയോ കാണുന്നത് നാട്ടിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഈ ഒരു മൊമെന്റ് എക്സൈറ്റ്മെന്റ് തരും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാൽ നിങ്ങൾ സൗദിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു വളരെ വർത്ത് മൊമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ആ ഒരു ലൊക്കേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കാർമേഘം ഫുള്ള് മൂടി കെട്ടി തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പിന്നെ പോയത് ദബാബ് വാക്വേലായിരുന്നു കേട്ടോ. അത് ഒരു ഹാപ്പനിങ് സ്ട്രീറ്റ് ആണ്. എന്നാൽ ഇവിടെയും നല്ല പോലെ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാഴ്ച ഒരു അനുഭവം തരുന്നത് വ്യത്യസ്തമായിരിക്കും. എന്നാൽ നല്ലൊരു കുളിരും നല്ല നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലവും കൂടിയായിരുന്നു കേട്ടോ ഇത്. അവിടുന്ന് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി റെസ്റ്റ് എടുത്ത് കിടന്നുറങ്ങണം. ഇനി നെക്സ്റ്റ് ഡേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റേ ഇതായിരുന്നു കേട്ടോ. റൂം ഫുള്ള് അലമ്പാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ 2 റൂംസ് ഉണ്ട്, ഒരു ഹാൾ ഉണ്ട്, പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. നമുക്ക് ഫുഡ് ഔട്ട് സൈഡിൽ നിന്നായിരുന്നു, പക്ഷെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് രാവിലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് കവർ ചെയ്യാനുണ്ട്. അതുകൂടാതെ ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ റിയാദിലേക്ക് പോകും. അതുകൊണ്ട് റൂം വെക്കേറ്റ് ചെയ്ത് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആർട്ട് സ്ട്രീറ്റ്. അബഹയെ പറ്റി നിങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വയലറ്റ് നിറത്തിൽ പൂത്തു നിൽക്കുന്ന ജക്കറാന്ത പൂക്കളായിരിക്കും അല്ലെ? അതെ, ഈ ഒരു സ്ട്രീറ്റാണ് അതിന്റെ പ്രധാന ഒരിടം. എന്നാൽ ഞങ്ങൾ വന്നിരുന്നത് മാർച്ച് മാസത്തിലായിരുന്നതുകൊണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു നിൽക്കുന്ന ഒരു പൂക്കാനൊക്കെ പാകമായിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ഏപ്രിൽ പകുതി മുതൽ ഒരു മെയ് ലാസ്റ്റ് വരെയൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ മുഴുവനും വയലറ്റ് നിറത്തിൽ പൂത്തു നിൽക്കുന്ന ഈ ജക്കറാന്ത പൂക്കളുടെ കാഴ്ചകൾ നമ്മളെ വിസ്മയിപ്പിക്കും. എന്നിരുന്നാലും ഞങ്ങൾ ഇവിടെയൊക്കെ കറങ്ങി കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് ഒരുപാട് ഹെയർപിൻ വളവുകളൊക്കെയുള്ള മുഹൈൽ ഹെയർപിൻ റോഡാണ് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കോടയിൽ മൂടി നിൽക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ പോകുന്നത് നിങ്ങളെപ്പോലെ തന്നെ വൈബ് കൂടിയ ആളുകളുടെ കൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അനുഭവം തരുന്നത് അതിഗംഭീരമായിരിക്കും. അങ്ങനെ അവിടുന്ന് തിരിച്ച് ബസ്സിൽ കയറാൻ നേരം ചുമ്മാ സ്പീക്കറിൽ പാട്ട് വെച്ച് ഒരു റീൽ എടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി ഈവൻ സൗദികൾ ഞങ്ങളുടെ ഒപ്പം കൂടെ ഡാൻസ് ചെയ്ത് ആ ഒരു അനുഭവം ഒരു ബോണസ് ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കൊക്കെ നമ്മൾ ബസ് ഉണ്ടായിരുന്ന നമ്മളെല്ലാവരും നല്ല കമ്പനിയായി ഒരു ഫാമിലി പോലെ ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ കോടയൊക്കെ മാറി ഇടയ്ക്ക് കുറച്ച് വിസിബിലിറ്റി ഒക്കെ കിട്ടി തുടങ്ങി കേട്ടോ.
ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും അബഹയിലേക്കൊന്ന് പോകണം. സൗദി അറേബ്യയെ പറ്റിയുള്ള കാഴ്ചപ്പാട് തന്നെ ഒന്ന് മാറിക്കിട്ടും. അടുത്ത് നമ്മൾ പോയത് ഒരു സ്ട്രോബെറി ഫാമിലിക്കായിരുന്നു കേട്ടോ. സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അതുകൂടാതെ അവര് ചെറിയൊരു ഗാർഡൻ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഓൾറെഡി ഒരു സ്ട്രോബെറി ഫാം ആണല്ലോ, ആ ഫാമിന്റെ ഒരു കാഴ്ചകളും നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും. ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ റോസ് ഗാർഡൻ. അവിടെ എത്തിയപ്പോഴേക്കും സൺസെറ്റ് ഒക്കെ ആയിരുന്നു. എന്നിരുന്നാലും കാഴ്ച അതിമനോഹരമായിരുന്നു. ഈ ഒരു സമയത്തെ ക്ലൈമറ്റ് കാരണം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. റിജലൽമ മ്യൂസിയം ആൻഡ് ഹണി കോട്ടേജ്. ശരിക്കും ഞങ്ങളത് മിസ് ചെയ്യുന്നുണ്ട്. സാരമില്ല, എന്നിരുന്നാലും നമുക്ക് ഈ ഒരു അനുഭവം, കാഴ്ചകൾ, സുഹൃത്തുക്കൾ ശരിക്കും നമ്മുടെ ഹൃദയം നിറയ്ക്കും. അതുകൂടാതെ അബഹയിലെ ഈ ഒരു അനുഭവം വീണ്ടും നമ്മളെ അബഹയിലേക്ക് കൊണ്ടെത്തിക്കും.